നമസ്കാരം, ഞാൻ ഷാഫി വിജയ. ഇത് വളരെ ഒരുപാട് വിഭവങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അതിശയമായിരിക്കും എന്താ സംഭവം. ഇന്ന് 500 പേർക്കുള്ളൊരു ബിരിയാണി തയ്യാറാക്കുന്ന ഇതിൻ്റെ തിരക്കിലാണ് നമ്മുടെ ടേക്ക് അവേ ഫുഡ്സ്. എല്ലാവരും വളരെ തിരക്ക് പിടിച്ച് ഉള്ളി അരിയുക, അതുപോലെ തന്നെ ഇഞ്ചി അരിയുക, ഇഞ്ചി മിക്സിയിലിട്ട് അടിക്കുക, അതുപോലെ മുട്ട വയ്ക്കുക, പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് ഈ സവാള അരിയുന്നു, സവാള മാറ്റുന്നു, അതിനെ സവാള വേവിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ട് അരച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനിടയ്ക്ക് നുസിയും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനിടയ്ക്ക് എന്താ പറയുക, ഇറച്ചിയെല്ലാം നമ്മൾ പുരട്ടി എടുക്കുന്നു. ആ പുരട്ടി എടുത്തതിന് ശേഷം അതിനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് വറുത്തെടുക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നടക്കുകയാണ്. കാരണം വളരെ ദ്രുതഗതിയിലാണ്. ഇതിനിടയ്ക്ക് സലാഡ് ഉണ്ടാക്കുന്നു. അടുത്തത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുന്നു. അത് നുസിയാണ് തയ്യാറാക്കുന്നത്. നുസി അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ബിരിയാണിയുടെ ഗ്രേവിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഗ്രേവി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ട് വേണം അടുത്തുള്ള പണി തുടങ്ങാൻ. അപ്പോൾ ഗ്രേവി എല്ലാം തയ്യാറാക്കുന്നു. അത്തരത്തിലുള്ള ഫാസ്റ്റായിട്ട് 500 ബിരിയാണി വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് സലാഡിന് വേണ്ടിയിട്ടുള്ള വീണ്ടും നമ്മളിപ്പോൾ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗ്രേവിയുടെ പരിപാടി നടക്കുന്നു. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് 11 മണിക്ക് മുമ്പ് ഇത് കൊടുക്കണം. അപ്പോൾ ഒരു ഉള്ളി ഗ്രേവി റെഡിയായി കഴിക്കും. ഇതിനിടയ്ക്ക് സലാഡിന് വേണ്ടിയിട്ട് ഹുസൈൻ ക്യാരറ്റ് ചോപ്പ് ചെയ്യുന്നു. പണികളെല്ലാം ദ്രുതഗതിയിലാണ് നടക്കുന്നത്. ഇതിനിടയ്ക്ക് ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അരിയിട്ടിട്ട് അത് വേകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് എല്ലാ വിഭവങ്ങളും എൻ്റെ മേശയ്ക്ക് മുന്നിലെത്തുകയാണ്. ഇത് കാണാൻ എന്ത് കളർഫുള്ളാണ്. ഓരോ സംഭവങ്ങൾ കളർഫുള്ളാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളെല്ലാം കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മിക്സ് ചെയ്യാനുള്ള ഐറ്റങ്ങളെല്ലാം നമ്മുടെ മുന്നിലെത്തുകയാണ്. ഇത് വളരെ സന്തോഷം തരുന്നൊരു കാര്യങ്ങളാണ്. ഇത് വളരെ കളർഫുള്ളാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ അടുത്ത് ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നു. ദം ബിരിയാണിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെയ്യോ അതുപോലെ തന്നെ ചോറൊക്കെ ഇടുന്നു. അതിനിടയ്ക്ക് നമ്മൾ ചിക്കൻ പീസുകൾ ഇടുന്നു, ഗ്രേവി ഇടുന്നു. അപ്പോൾ ദം ബിരിയാണി നമ്മൾ സെറ്റ് ചെയ്യുന്നു. ദം ബിരിയാണി സെറ്റ് ചെയ്ത് അത് വീണ്ടും നമ്മളത് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദം ബിരിയാണി സെറ്റ് ചെയ്യുന്നൊരു പദ്ധതിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ബിരിയാണി എല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ സെറ്റെല്ലാം ചെയ്ത് അപ്പോൾ അതിന് മല്ലിയില പുതിനയില എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട്. ബിരിയാണിയുടെ നല്ലൊരു മണം വരികയാണ്. ഇപ്പോൾ ഗംഭീരമായൊരു ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ കൂടെ കൊടുക്കാനുള്ള സലാഡ് നമ്മൾ റെഡിയാക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി വിളമ്പി തുടങ്ങുകയാണ്. ബിരിയാണി ഇപ്പോൾ നമ്മൾ 500 ബിരിയാണി നമ്മൾ പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ഇത് കണ്ടെയ്നറിലേക്ക് വിളമ്പുകയാണ്. അപ്പോൾ അതിൻ്റെ ജോലികൾ നമ്മൾ തുടങ്ങുന്നു. കണ്ടെയ്നറിൽ വിളമ്പി 500 എണ്ണം നമ്മൾ പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ പാക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. പാക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ പാക്കിംഗ് ഹുസൈനുണ്ട്. നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളെല്ലാം നമ്മൾ സജീവമാണ്. ഇതാണ്ട് മെയിൻ ഷെഫ് നുസൈഫ റെഡിയായി കഴിഞ്ഞു. അവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് സുലേഖയുണ്ട്. അവിടെയുള്ള ഈ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്യുന്നതിന് സുലേഖയുണ്ട്. അപ്പോൾ എല്ലാവരും സജീവമാണ്. ഇപ്പോൾ ലാസ്റ്റ് ചെമ്പം കൂടെ കഴിഞ്ഞാൽ നമ്മളിപ്പം 500 ബിരിയാണി റെഡിയാണ്. പാക്കിംഗ് കഴിഞ്ഞു. അതാണ് അവസ്ഥ. ഇപ്പം ലാസ്റ്റ് കണ്ടെയ്നർ അത് നമ്മൾ ദം പൊട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ബിരിയാണി എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ കൃത്യസമയത്ത് തന്നെ നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. കമൻ്റ് ഇടുക. കൃത്യമായിട്ട് കമൻ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യാൻ കഴിയും എങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം. ഓക്കെ.